ഹലോ, അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ബീഫ് ദം ബിരിയാണിയാണ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും ആണ് ഇതിന് മെയിൻ ആയിട്ട് ഇടുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, 2 മുളക് പൊടി, കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഇത് മസ്റ്റായിട്ട് ചേർക്കണം, എന്നാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ നന്നായിട്ട് ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ തൈരോ കാര്യങ്ങളോ ചേർക്കുന്നില്ല, വിനാഗിരോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഈ ചെറുനാരങ്ങയുടെ പുളി മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് ചേർക്കുക. എന്നിട്ട് ഇതും മൊത്തത്തിൽ നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സാക്കി എടുക്കുക. ബീഫാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പം മസാലയൊക്കെ വേഗത്തിൽ തന്നെ പിടിക്കും. അപ്പോൾ അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ നമ്മൾ എരിവിനേക്കുള്ളതാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പെരക്കി വെച്ചതിന് ശേഷം കുക്കർ ഇട്ടിട്ട് അതിലൊരു 6-7 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേറൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ നെയ്യൊക്കെ. അതിനുശേഷം ഒരു സവാള നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. അതായത് സവാള നല്ല മൊരിയിച്ച് ബ്രൗൺ കളറാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അത് ബിരിയാണിയുടെ ആവശ്യത്തിലേക്ക് ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദമ്മൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു വലിയ റൈസ് ഉണ്ടാക്കാൻ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി വറുത്ത ഓയിലും ആ നെയ്യോട് കൂടി അത് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത്. അതിനുശേഷം പട്ട, ഒരു വലിയ കഷ്ണം പട്ട 2 പീസാക്കിയതും 3 ഏലക്കായും കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേലീഫും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാല മൂത്ത് വരണം. അതിനുശേഷം കഴുകി വാർത്ത് വെച്ച അരിയാണ് ഇടുന്നത്. അത് നന്നായിട്ട് വറുത്തിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ട് വറക്കുക പറയുമ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരും, പിന്നെ നല്ല സൗണ്ടും കൂടെ വരും. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ നല്ല തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറിലേക്ക് നമ്മൾ ആ പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഗ്യാസ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് അടിച്ചൊരു 8-10 മിനിറ്റ് കൊണ്ട് നമ്മളെ റൈസ് റെഡി ആയിട്ട് വരും. അപ്പം നമ്മൾ റൈസ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി എന്ന് പറയുമ്പോൾ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബീഫിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ബീഫ് ഇതാ നല്ല നെയ്യൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ നെയ്യ് വറുത്ത, അതായത് ഉള്ളി വറുത്ത എണ്ണയുടെ ബാക്കിയാണ് കേട്ടോ. അതിട്ട് ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വാടാൻ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വാടി വരണം. ഇതുപോലെയാണ് അത് വരേണ്ടത്. ഇതിലേക്ക് നമ്മൾ ബാക്കി അരച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, പേസ്റ്റ് അല്ല ക്രഷ് ചെയ്തതാണ്, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മാറുന്നല്ലേ നമുക്കൊരു കുത്തലുണ്ടാവും. പിന്നെ 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നല്ല പൊടിയും ഉപ്പും കൂടി, അതിനാവശ്യമായ ഉപ്പ്, കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ടാണ് തക്കാളി ഇട്ടിട്ട് വേവിക്കുന്നത്. അപ്പം തക്കാളീൻ്റെ നീരൊക്കെ അറിഞ്ഞ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നന്നായിട്ട് ഇളക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ മസാല ഏകദേശം ഒരു 50% ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ലൊരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫും അതിൻ്റെ നെയ്യും ഗ്രേവിയും ഒക്കെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇതിലധികം ഗ്രേവി ഇല്ല, കാരണം ഇതിന് ആവശ്യമായ ഗ്രേവിയിൽ ഇതിൽ വെള്ളം അധികമാണ്. ബീഫ് വേവിച്ച വെള്ളം അധികമാണെങ്കിൽ കുറച്ച് വറ്റിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഗ്രേവി കുറേ തിക്കായി പോവും, ലൂസായി പോവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് തൈര്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തൈര് ചേർത്തിട്ടേ ഇല്ല. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ മസാല ഏകദേശം
സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം മല്ലിയില പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ബിരിയാണി മസാലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് അത് വേവിച്ചെടുക്കും. വേവിച്ചല്ല ബീഫിലേക്ക് ആ മസാലയും കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ദമ്മിടാൻ പോവാണ്. അപ്പം റൈസ് വേവിച്ച അതേ പാനിലേക്ക് നമ്മൾ അടിയിൽ മസാല നിരത്തി കൊടുക്കുകയാണ്. കുറച്ച് മസാല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയാണ് അതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ആ കാശുവണ്ടിയും മുന്തിരി അതൊക്കെ ചെയ്യാം. നമുക്കതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വറുത്തെടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ മേലെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ റൈസിനകത്ത് നമുക്ക് വേണ്ടിയെങ്കിൽ ഈ കുങ്കുമപ്പൂ അലക്കിയ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല, നമ്മൾ ദം ഇടുന്നതാണല്ലോ. അപ്പം അതിൻ്റെ ഒന്നും കാര്യമില്ല. പിന്നെ അതിന് മേലെ റൈസ് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഫുൾ ദം ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പം നമ്മൾ മുഴുവനായിട്ടും ആ ഉള്ളി വറുത്തതും ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ, അതിൽ കൂടുതലൊന്നും വെക്കുന്നില്ല. 5 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ബീഫിൻ്റെയും. ഒന്നാമത് ബീഫിൻ്റെ മണം നമ്മൾ അവിടെ തേച്ചുകൊണ്ട്, അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ. പിന്നെ ഇതാ അടിപൊളിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് പോകാം. ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്, നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അച്ചാറ് അത് ക്യാരറ്റ് ബീട്രൂട്ടേയും ഈത്തപ്പഴം കൂട്ടിയിട്ടുള്ള അച്ചാറ്, അതെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ സാലഡ് ഉണ്ടാക്കിയാലും മനുഷ്യൻ സാലഡ് ഏട്ടനാണ് ഉണ്ടാക്കി. അപ്പോൾ അതാ നമ്മളെ ബീഫ് ബിരിയാണി, അടിപൊളി ബീഫ് ബിരിയാണി ഞാൻ ഏട്ടനെ സെർവ് കുറച്ച് ഇല വെച്ച ആൾ ഏട്ടനാണ്, അതുകൊണ്ട് ശരിയായില്ല. ഓ വിളമ്പ് നേരം നോക്കണം. മൈ കുറച്ചിട്ടായി തിന്നിട്ട് ഇനി ഏട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂട്ടാ. നിങ്ങൾ വിജയിക്കും 7up ആന്ന് സ്പ്രൈറ്റ് ആന്ന് എല്ലാ ടച്ചും വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വെച്ചാൽ. അപ്പോൾ ഏട്ടത് ചിരിച്ചോട് തിന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമ്മളെ ഫുഡ് തീറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് എരി കൂടിപ്പോയി അല്ലേട്ടാ, കുറച്ച് എരി കൂടിപ്പോയി. എന്നാലും ഇത്ര വേണ്ട. അയ്യോ അയ്യോ. അപ്പൊ നമ്മള് വീഡിയോ അതിൻ്റെ പാണ്. ബൈ.